ഡിസ്ക്ലോഷർ ഡേ ഒരു സ്റ്റീഫൻ സ്പീൽബർഗ് മൂവി. എനിക്ക് സ്റ്റീഫൻ സ്പീൽബർഗിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അയാളുടെ രണ്ടാമത്തെ ഒരു പടമാണ്. 70s എങ്ങാണ്ട് ഇറങ്ങിയ പടമാണ് ഡുവൽ എന്ന് പറയും. അത് എന്നെ ഈ സീറ്റഡ് ചെയ്ത് ത്രില്ലടിപ്പിച്ച് ക- എനിക്കിരുന്ന് കാണാൻ പറ്റിയിടത്തോളം വേറൊരു പടം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പടം ഇപ്പോൾ കാണുമ്പോഴും ഇപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ആ പടം കാണുമ്പോഴും എനിക്കതൊരു ത്രില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ആ പടത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ആ ഒരു പ്രത്യേക ആ പടത്തിനൊരു ഒരു 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 സാധനമുണ്ട്. ഇപ്പോൾ ഡിസ്ക്ലോഷർ ഡേയിലേക്ക് വരുമ്പോൾ ഏലിയൻ മൂവിയാണ്. ആളുടെ ഒരു ഏലിയൻ മൂവി ഇൻസ്റ്റാൾമെൻറ്റിൽ ഒരു നാലാമത്തെ പടം എങ്ങാണ്ടാണിത്. ആക്ച്വലി ഇതൊരു സീരീസ് പടമോ അല്ലെങ്കിൽ ആ ഒരു ഇതിലല്ല, ആ ഒരു ഏലിയൻ മൂവി കണ്ടിന്യൂവേഷൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഏലിയൻസിൻ്റെ കൺസെപ്റ്റ് വെച്ച് ആൾ ചെയ്ത 3-4 പടത്തിൽ ഒരു പടം. അപ്പോൾ ഈ ഡിസ്ക്ലോഷർ ഡേ എന്ന് പറയുന്ന പടത്തിൽ എനിക്ക് കാണാൻ പറ്റിയത് ആ കഴിഞ്ഞ 3 പടത്തിൻ്റെയും ആളുടെ E.T. എക്സ്ട്രാ ടെറസ്ട്രിയൽ, അതുപോലെ തന്നെ എൻകൗണ്ടർ ഓഫ് ദ തേർഡ് കൈൻഡോ ഫോർത്ത് കൈൻഡോ എന്തോ ഒരു സാധനമുണ്ട്, അങ്ങനൊരു പടം, പിന്നെ വാർ ഓഫ് ദ വേൾഡ്സ്. ഇത്രയും പടത്തിനകത്തുനിന്ന് എനിക്ക് ആൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ആ ഒരു മൂഡ് ഈ പടത്തിനുണ്ട്. സത്യം പറഞ്ഞാൽ ഏലിയൻസിനെ വെച്ച് കരയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഒരു സംഭവം അതിനകത്തുണ്ട്. ഏലിയൻസിനെ വെച്ച ആളൊരു ഇമോഷണൽ സാധനം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ ഏലിയൻസിൻ്റെ ഡിസ്ക്ലോഷർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ട്രംപ് പുള്ളി ഏലിയൻസിനെ പറ്റിയും അതായത് ഏലിയൻസ് എന്നല്ല, ഇതാണ് എന്താ പറയുക, UFO, അൺഐഡൻറ്റിഫൈഡ് ഒബ്ജക്റ്റ്, ഫോറിൻ ഒബ്ജക്റ്റിനെ പറ്റി പുള്ളി ഡിസ്ക്ലോസ് ചെയ്ത ഒരു സംഭവമുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ അതിനെ പറ്റി കിട്ടും. എക്സിലാണോ എവിടെയാണോ എന്ന് എനിക്കറിയില്ല. അത് എവിടെയോ ആള് പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന കോൺസ്പിറസീസ് ഒക്കെ തന്നെയാണ് ആള് ശരിക്കും ഉള്ളതാണ്. അത് UFO ആണെന്നാണ്, ഏലിയൻ ആണെന്നല്ല. ഇവിടെ കുറേ അളിയന്മാർ അത് ഏലിയൻ ആണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. മേ ബി ആയിരിക്കാം, മേ ബി അല്ലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ ഒരു സാധനം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇതിനകത്ത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇരിക്കും തുടക്കം മുതൽ അവസാനം വരെ, അടുത്ത് എന്താന്ന് ഇങ്ങനെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഈ പടത്തിനകത്ത് ത്രൂ ഔട്ട് ഉണ്ട്. ഫസ്റ്റ് ഷോ ഞാൻ പോയി കണ്ടു. എൻ്റെ അമ്മോ, പറയാതിരിക്കാൻ വയ്യല്ലോ. കുറച്ച് നാൾ സിനിമയൊന്നും കാണാതിരുന്നിട്ട് പോയി കണ്ടുകൊണ്ടായിരിക്കണം. എനിക്ക് എന്താ പറയുക, എന്താ പറയുക, ഒരു കേക്ക്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേക്ക്. അത് എന്താ നല്ലൊരു സിനിമ, അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ അവസാനം വരെ ത്രില്ലടിച്ചിരിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ ഈ പടത്തിനെ പറ്റി. നിങ്ങളെല്ലാവരും പോയി കണ്ടു നോക്ക്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ചിലർക്ക് ഇഷ്ടപ്പെടാൻ, ഞാൻ റെഡിറ്റിലൊക്കെ കണ്ടു, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടുന്നവർ വേറെ ഉണ്ട്. സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ഇതൊന്നും അല്ല ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള പറഞ്ഞിട്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് സൂപ്പർ മൂവി. പുള്ളി കരയിക്കാൻ മിടുക്കനാണ്, പുള്ളി കരയിപ്പിക്കും, ഇരുത്തി കരയിപ്പിക്കും. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ എന്താ പറയുക, ഹാർട്ടിനെ അങ്ങ് ഇങ്ങനെ പൊട്ടിച്ച് കളയുന്നൊരു പടമാണ് ഈ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്. അത്രത്തോളമൊന്നും ഇല്ലെങ്കിലും ഏലിയനെ വെച്ച് കരയിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജാദുവിനെ വെച്ച് കരയിപ്പിച്ച പോലൊന്നും അല്ല. ജാദുവും അതുപോലെ തന്നെ ET-യിലൊക്കെ ഒരു ഇമോഷണൽ പരിപാടിയൊക്കെ ഉണ്ട്, അതുപോലൊന്നും അല്ല. ഇത് വേറൊരു ഐറ്റം, വേറൊരു സംഭവം. ഇത് നമുക്ക് ചിന്തിച്ചാൽ ഒരുപാട് ഐറ്റം ഇതിൽ നിന്ന് കിട്ടും. നിങ്ങൾ പോയി കണ്ടു നോക്ക്.